കിഴുപ്പിള്ളിക്കര ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അരുതാത്ത ലഹരിക്കെതിരെ നാട് കൈകോർക്കുന്നു എന്ന സന്ദേശവുമായി പുരസ്കാര സമർപ്പണം നടത്തി. സിനിമാ താരം ജോളി ചിറയത്ത് ഉദ്ഘാടനം ചെയ്തു. സമിതിക്കകത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കകത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ വളരെയധികം ഒരു അഭിമാനവും സന്തോഷവും അങ്ങനെ ഒരു നിമിഷം എനിക്ക് ഒരുക്കി തന്ന അഭിമാന സമിതിക്ക് എൻ്റെ നന്ദി ആദ്യം അറിയിക്കുകയാണ്. പൊതുവെ ഞാൻ നന്ദി പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. കാരണം നന്ദി എന്ന് പറയുന്നത് വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കാണെന്നാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. അതേസമയം സന്തോഷം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം സന്തോഷം നമുക്ക് മനസ്സിൽ തട്ടിയാൽ മാത്രം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വികാരമാണ് അല്ലേ. ഒരു സന്തോഷത്തോടെ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതായിരിക്കും കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. ഞാനിവിടെ മനസ്സിലാക്കിയത് ഇന്നത്തെ ഈ വേദി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ വളരെ തികച്ചും അർത്ഥവത്തായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. കാരണം നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിപത്ത് എന്ന് പറയുന്നത് എന്നും വളരെയധികം ലഹരിക്ക് അടിപ്പെടുന്ന നമ്മുടെ യുവതലമുറയാണ്. അത് യുവതലമുറ എന്ന് പറയുന്നത് കൗമാരക്കാരും, അതായത് 15-നും 30-നും വയസ്സിനിടയിലുള്ള ലഹരിക്ക് അടിപ്പെടുന്ന ഒരു നല്ല ആരോഗ്യകരമായ ഒരു ജനതയെ അങ്ങനെ പോകുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കിഴുപ്പിള്ളിക്കര വില്ലേജിലെ SSLC +2 CBSE പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയുമാണ് സ്വാഭിമാനം പരിപാടിയിൽ വെച്ച് ആദരിച്ചത്. കൂടാതെ LSS, USS, NMMS സ്കോളർഷിപ്പ് നേടിയവരെയും ഹരിതകർമ്മസേന പ്രവർത്തകർ, അംഗനവാടി ടീച്ചർമാർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ജനകീയ സമിതി ചെയർമാൻ PB അനിൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥികളായി അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ്, ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ സാജൻ മാസ്റ്റർ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ഫിലിം ഡയറക്ടർ ഋഷി സുരേഷ്, കൺവീനർ TV ദിബു, വാർഡ് മെമ്പർമാരായ ഷൈനി ബാലകൃഷ്ണൻ, CL ജോയ്, സതി ജയചന്ദ്രൻ, ട്രഷറർ ഗോകുൽ കൃഷ്ണ V എന്നിവർ സംസാരിച്ചു. CDS മെമ്പർമാരായ വൃന്ദ ജയ്ലാൽ, രാജി, സനീഷ് KC, സ്വാലിഹ് ഹബീബ്, ബഷീർ പുതിയ വീട്ടിൽ, PK ചന്ദ്രശേഖരൻ, രതി സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. അമ്മ തൻ വിരലുകൾ മുറുകെ പിടിച്ചിട്ട് തിരികെ